ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു എന്തായിരുന്നു കാരണമെന്ന്. അന്ന് പറയാത്ത ആ കാരണം ഇന്ന് പറയുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടായിരുന്നു ആ മാറ്റമെന്ന് തുറന്നു പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലാണ് വിമർശനം. പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ.പി. വീണ്ടും വിവാദമുണ്ടാക്കിയെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. റിനു ശ്രീധർ, ഇ.പിക്കെതിരെ എം വി ഗോവിന്ദനുള്ള രഹസ്യമായ പ്രതികരണങ്ങൾ അത് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പൊതുവേദിയിൽ, അതും പാർട്ടി വേദിയിൽ എന്തുകൊണ്ട് മാറ്റി എന്നതിന് എം വി ഗോവിന്ദൻ മറുപടി നൽകുന്നത് എന്തുകൊണ്ടായിരിക്കും? സുജയ്, LDF കൺവീനറായിരുന്ന ഇ.പി. ജയരാജനെ മാറ്റിയതിൽ ഒരു തരത്തിലുള്ള വിശദീകരണവും ഇതുവരെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് കഴിഞ്ഞ് അതിന് മറുപടി പറയുകയായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. കൃത്യമായി തന്നെ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം കൂടി ഇ.പിക്കെതിരെ ഉണ്ടായിരുന്നു. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണം അദ്ദേഹത്തിന്റെ പോരായ്മകൾ തന്നെയാണ്. ഇ.പി. പോരാ എന്നുള്ള നിലപാടിലേക്കാണ് പാർട്ടി എത്തിയത്. പക്ഷേ പലതവണ അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചിരുന്നു. അതിനുള്ളൊരു അവസരം പാർട്ടി നൽകി. പക്ഷേ അപ്പോഴും വിവാദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇ.പിക്കെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി പാർട്ടി തയ്യാറായത് എന്നുള്ളതാണ്. ഇ.പിക്ക് ചില അവസരങ്ങൾ നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ചില വിവാദങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു. ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇ.പിക്കെതിരെ പോലും നടപടിയെടുത്തു. അതായത് പാർട്ടിക്കെതിരെ നിന്ന്, അല്ലെങ്കിൽ പാർട്ടിക്ക് പോരെന്ന് കണ്ട ഇ.പി. ജയരാജനെതിരെ പോലും പാർട്ടി നടപടിയെടുത്തു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് പ്രതിനിധികളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇ.പിയുടെ പോരായ്മകൾ പാർട്ടി സമ്മേളനത്തിൽ കൃത്യമായി തന്നെ പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇ.പി. ജയരാജനെതിരെ നടപടിയെടുത്തതിൽ ഒരു തരത്തിലുള്ള വിശദീകരണവും നിലവിൽ പാർട്ടി നൽകിയിരുന്നില്ല. മാധ്യമങ്ങൾ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ഇപ്പോഴിതാ CPIMന്റെ ജില്ലാ സമ്മേളനത്തിൽ തീർച്ചയായും അതിലിപ്പോൾ എം വി ഗോവിന്ദൻ മാഷ് മറുപടി നൽകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനോടുള്ള ഇ.പിയുടെ പ്രതികരണവും നമുക്കറിയണം. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് റിനു തിരുവനന്തപുരത്ത് CPIMന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നമ്മൾ കാണുന്നത്. MLA-മാരായ VK പ്രശാന്തും G. സ്റ്റീഫനും മേയർ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നു. 8 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലുണ്ടല്ലോ. റിനു, ഈ ഒരു മുഖമിനുക്കൽ വി ജോയിയെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു മുഖമിനുക്കൽ തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ പുനഃസംഘടന? സുജയ, സ്ത്രീജനങ്ങൾക്കും യുവജനങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ജില്ലാ കമ്മിറ്റികളെ ഐക്യകണ്ഠേന തന്നെ തെരഞ്ഞെടുത്തത്. ഒരു തരത്തിലുള്ള തർക്കങ്ങളോ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 46 അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. 12 പ്രമേയങ്ങൾ 3 ദിവസമായി നടന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 8 പുതുമുഖങ്ങളാണ്, അതായത് വനിതകൾ ഉൾപ്പെടെ യുവജനങ്ങൾ ഉൾപ്പെടെ 8 പുതുമുഖങ്ങളെയാണ് പാർട്ടി ജില്ലാ സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുത്തത്. ഒപ്പം 8 പേർ ഒഴിവാവുകയും ചെയ്തു. പ്രായാധിക്യം പരിഗണിച്ച് 8 പേർ ഒഴിവാവുകയും ചെയ്തു. ഒഴിവായതിൽ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട റഹീം MP, അതുപോലെ തന്നെ ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുത്ത 8 അംഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 3 MLA-മാർ OS അംബിക, അതുപോലെ തന്നെ G. സ്റ്റീഫൻ, വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള പ്രശാന്ത്, VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം മേയർ ആര്യ രാജേന്ദ്രൻ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സമ്മേളനങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഒപ്പം DYFIയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അനൂപ്, ഒപ്പം R. ശിവജി, അതുപോലെ തന്നെ ഷീബ ശ്രീജേഷ് എന്നിവരെയും ഈ ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. റിനു ശ്രീധറാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നിന്നുള്ള ഭാരവാഹി പട്ടികയിലെ പുതുക്കമടക്കം പറഞ്ഞത്.